വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. യൂഷ്വലി ഞാൻ വർക്കൗട്ട് നന്നായിട്ട് ചെയ്യുന്ന ദിവസം നന്നായിട്ട് കഴിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിനി ഇഡ്ലി. സോറി, കാര്യം വർക്കൗട്ട് ചെയ്താലും കാബ്സ് കഴിക്കാനായിട്ട് എന്തോ മെൻ്റൽ ബ്ലോക്ക് ആട്ടോ. അപ്പോൾ 2 മിനി ഇഡ്ലീസ് ഞാൻ കഴിക്കണുള്ളൂ വിത്ത് ലോട്ട്സ് ഓഫ് സാമ്പാർ. അതിൻ്റെ സൈഡ് ഡിഷസ് കുറേ ഉണ്ട്. ആൻഡ് ബുൾസൈ. എഗ്സിൻ്റെ ഏത് വെറൈറ്റി എനിക്ക് മസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവൻ ഡിന്നറിനും എഗ്സ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പല പല വെറൈറ്റി. പിന്നെ ബുൾസൈ വിത്ത് ചമ്മന്തി. നമ്മുടെ നാടൻ ചമ്മന്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഡ്രൈ ആയിപ്പോയി. നമ്മളൊരു മീൽ പ്ലാൻ ചെയ്യുമ്പോൾ പ്രോട്ടീനും കാർബ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഈവൻ ദ ലീവ്സ് വരെ ഇൻക്ലൂഡഡ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കഴിക്കണം കേട്ടോ. ആൻഡ് സാമ്പാറിൽ കുറേ മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആവും അറിയാതെ തന്നെ. മല്ലിയില ആൻഡ് കുറേ വെജിറ്റബിൾസ്. സാമ്പാർ എൻ്റെ ഫേവറേറ്റാണ്. യെസ്. ആൻഡ് പുതിനയില ചമ്മന്തി, തേങ്ങ പുതിനയില ചമ്മന്തി ആൻഡ് നമ്മുടെ പൊട്ടുകടല അതും കൂടി ഇട്ട് ഗ്രൈൻഡ് ചെയ്തു. ഇത് നമ്മുടെ സാധാരണ തേങ്ങ ചമ്മന്തി. ആൻഡ് ഇത് നമ്മുടെ ബാംഗ്ലൂരിൽ ലാസ്റ്റ് കഴിച്ച സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞാൽ ആ ചമ്മന്തിപ്പൊടി നമ്മൾ മേടിച്ചില്ലേ? ഉമേഷ് റിഫ്രഷ്മെൻറ്റ്. ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ മറ്റേ ഇഡ്ഡലി പൊടി മേടിച്ചതാണ്. ഇതിവിടെ ഇപ്പോൾ ഹിറ്റാണ്, കുറച്ച് മധുരമുള്ള കാരണം. ഇനി ബുൾസൈ കഴിക്കട്ടെ. ഇഡ്ഡലി എനിക്കൊന്നിനും ഞങ്ങൾ സാധാരണ കഴിക്കുന്ന എപ്പോഴും എൻ്റെ അത്രയും ശരിയാവാത്തതായിട്ട് തോന്നാറുള്ളത് ഇഡ്ഡലിയാണ്. അത്ര സോഫ്റ്റായിട്ട് തോന്നാറില്ല. എൻ്റെ മമ്മിയുടെ പോലെ ടേസ്റ്റല്ല. അങ്ങനെ വേണം നല്ല. ഇത് മെയിൻ തിങ്. ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ചെറിയൊരു പ്ലാനിങ്. നമ്മൾ കുക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ മീൽസ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം ഇൻക്ലൂഡഡ് ആവും. ശരിക്കും ഫ്രഷ് ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത്. ബട്ട് ഇന്നിപ്പോൾ എനിക്ക് ജ്യൂസ് കഴിക്കാനുള്ള മൂഡാണ്. ബട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്യണം. ഇനി കുറച്ച് ബ്രെഡും ജാമും. ജാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടെ. മിക്സഡ് ഫ്രൂട്ട് ജാം. സ്ട്രോബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ആൻഡ് ഗ്രേപ്സ് ഉണ്ട്. ഇത് റെസിപ്പി ആയിട്ട് ഞാൻ എൻ്റെ വീക്ക്ലി പ്രെപ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് നമ്മുടെ ബീൻസ്, ഇത് ക്യാൻഡ് ബീൻസാണ്. പിന്നെ എഗ്സ്. അതും കൂടി കഴിച്ചാലൊരു സമാധാനം വരുള്ളൂ. ഒരു സൈഡിൽ ജാം തേക്കുന്നുള്ളൂ. എനിക്ക് ഈ സാഡോ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് കിട്ടും. എന്താണ് മറന്നുപോയുള്ള സ്ഥലം? സരനോയ. ബ്രെഡ് ആൻഡ് ഒരു സൈഡിൽ നമ്മുടെ ബീൻസ് ആൻഡ് എഗ്സ്. ഈ ജാമിൻ്റെ കൂടെ എനിക്കിഷ്ടം. ഈ ബീൻസിൻ്റെ കൂടെയും ഇഷ്ടമാണ്. യെസ്. ബൈറ്റ് എടുക്കട്ടെ. ഹോം മെയ്ഡ് ജാംസ് മസ്റ്റായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അടിപൊളിയാണ്. ഈ സ്ട്രോബെറി മെയിൻ തിങ് പ്രിസർവേറ്റീവ്സ് ഉള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ചുമ്മാ റെസിപ്പി ഒന്ന് പറയട്ടെ ഈസി ആയിട്ട്. സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ ആപ്പിൾ ഇട്ടിട്ടുണ്ട്. ആപ്പിൾ ആൻഡ് ഗ്രേപ്സ്. ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തു. എന്നിട്ട് നമ്മളൊന്ന് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചു. അടുക്കി പിടിക്കാതെ സ്റ്റേർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ മൂടി വെച്ചു. ആപ്പിളും കൂടി ഇടുന്ന കാരണം മൂടി വെച്ച് സിം ചെയ്ത് ഒരു 10 മിനിറ്റ്സ് ഒന്ന് വേവിച്ചു. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യിച്ച് കുറച്ച് കട്ടിയായി തുടങ്ങിയപ്പോൾ ഷുഗർ ഇട്ടു. ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഷുഗർ ഇട്ടു ആൻഡ് ലൈം ജ്യൂസ് ഇട്ടു. പാകത്തിനുള്ള ലൈം ജ്യൂസ് അത്രയും ഇട്ട് വീണ്ടും ബോയിൽ ചെയ്യിച്ചു. ഒരുപാട് കട്ടിയായി പോകരുത്. കുറച്ച് ഇത് കണ്ട ഈ കൺസിസ്റ്റൻസി ഒന്ന് ക്ലോസ് ആയിട്ട് എടുത്തോ. ഷായത്
ഇത് കണ്ട, ഇതിനേക്കാളും ലൂസായിട്ട് വേണം നമ്മൾ ഈ ചൂടായിട്ടിരിക്കുമ്പോൾ ഇത്രയും പോലും കട്ടിയാവാൻ പാടില്ല. ബിക്കോസ് ചൂടാറി കഴിയുമ്പോൾ കട്ടിയാവുന്ന കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. സാഡോ ബ്രെഡ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര കട്ടിയുണ്ട്, ബട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്താൽ എനിക്ക് ഈ ബ്രെഡാണ് ഏറ്റവും ഇഷ്ടം, മറ്റേ നമ്മുടെ സാധാരണ കഴിക്കുന്ന ബ്രെഡ്സിനേക്കാളും. ബട്ട് ജിജോന് നമ്മുടെ നോർമൽ ബ്രെഡ് തന്നെ ഇഷ്ടം, ബട്ടറിൽ ടോസ്റ്റ് ചെയ്യണം. ഇത് ചുമ്മാ ഗ്രില്ല് ചെയ്താൽ മതി. ഒരു സൈഡിൽ ജാം, ഒരു സൈഡിൽ ബീൻസ്. ഇതിപ്പോൾ രണ്ടും ഇതിൽ ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല. അത് സ്വീറ്റാണ്, ഇത് വേറെ ടേസ്റ്റ്. ബട്ട് ഓപ്ഷൻസ് കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ അങ്ങനെ ഇടി ഉണ്ടാവില്ല. കഴിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നെക്സ്റ്റ് കോഫി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചില്ലായിരുന്നു, പകരം ബൂസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തു. കുറച്ചധികം നാളായി. എപ്പോഴും നമ്മൾ ആ ചെറിയ കടകളിൽ കാണാം ബൂസ്റ്റ്, ഹോർലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും കോഫി മിസ് ചെയ്യണമായിരുന്നു, കോഫി കഴിക്കാറില്ല. ഇന്നിപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. പണ്ടത്തെ ഫേവറേറ്റ് ആയിരുന്നു. ആണെങ്കിൽ നമ്മൾ ലാവിഷായിട്ടേ കുടിക്കുകയുള്ളൂ. കുറച്ച് 2 പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ സാഷേസ് മേടിച്ച് വെക്കുകയാണെങ്കിൽ കട്ട പിടിച്ചു പോകില്ല. അങ്ങനെയാണ് ഇത് നിന്നു പോയത്. പണ്ട് ഞാൻ എപ്പോഴും രാത്രി കുടിക്കുമായിരുന്നു ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ. ബട്ട് ഇതിങ്ങനെ കട്ട പിടിച്ച് വേസ്റ്റായി പോണ കാരണം ഇതുപോലെ ഇപ്പോൾ സാഷേസ് മേടിച്ച കാരണം യൂസ്ഫുള്ളാണ്. ഷുഗർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിനകത്തുണ്ട്. വേണമെങ്കിൽ ഇടാം, ബട്ട് എനിക്ക് വേണ്ട. ഒരു പാക്കറ്റ് കൂടി വേണമെന്ന് തോന്നുന്നു, സോറി. താഴെ പോയി, കുറച്ചുകൂടി മേലെ ഇടട്ടെ. ബൂസ്റ്റ് യെസ്. അടിപൊളി. ഇന്നത്തെ ലഞ്ചിന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടണില്ല. ഞാൻ എൻ്റെ റെസിപ്പീസിൽ നേരത്തെ ഇട്ട് കുറച്ച് ഡിഷസ് എല്ലാം കൂടി ക്ലബ് ചെയ്യാമെന്ന് ഓർത്തു. ബട്ട് ഡിഫറെൻറ്റ് രീതി ഓരോ ഇപ്പോൾ ജിജോനും അന്നയ്ക്കും ജോർജിക്കും എനിക്കും ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ജിജോന് അത് ഞാൻ പിന്നെ പറയാം, പിന്നെ കാണിക്കാം. തുടക്കം കുറച്ച് മടിയായിരുന്നെങ്കിലും ഞങ്ങൾ തലേ ദിവസത്തെയും ഇന്നുണ്ടാക്കുന്ന കറികളും എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഞാൻ പൊതിച്ചോറ്, ചട്ടിച്ചോറ്, പിന്നെ ടിഫിൻ ബോക്സിൽ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ 4 പേരുടെ ഇഷ്ടങ്ങൾ. ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള പാക്കിംഗ് ആണ് ഇന്ന് വീട്ടിൽ ഹോം ലഞ്ച്. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മുടെ പൊതിച്ചോറിൽ ആഡ് ചെയ്യാനുള്ള വെജിറ്റേറിയൻ ഡിഷസ്: ബീൻസ്, ഊട്ടി ബീൻസ്, പിന്നെ കൂർക്ക, പച്ചക്കായ, നമ്മുടെ എരിശ്ശേരി പോലെ വെച്ചത്, ആൻഡ് ചീര, പാലക്ക് തോരൻ. ഇതാണ് പച്ചക്കറി വെക്കാനുള്ളത്. കബേർഡിനകത്ത് ഇരുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഫിൻ ബോക്സ് 2 സൈസിലുള്ള, ആൻഡ് നമ്മുടെ ചട്ടിയും 2 സൈസിലുള്ളത്. ഒരാൾക്ക് കുറച്ച് ചോറ് മതി, ബാക്കി ഒരാൾക്ക് കുറച്ചധികം വേണം. ബട്ട് എൻ്റെ കറികളെല്ലാം കൂടി ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചട്ടിയെങ്കിലും വേണ്ട വരും. പിന്നെ വാഴല. ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ കറികൾ സെയിം ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സെയിം ആണെങ്കിലും ഡിഫറെൻറ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എന്തൊക്കെയായാലും അപ്പീലിംഗ് ആണ്. പിന്നെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോൺ വെജ് ചിക്കൻ ഞങ്ങൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. എൻ്റെ റെസിപ്പിയിലുള്ള കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആൻഡ് പ്രോൺ റോസ്റ്റ് കോഴിക്കോട് സ്റ്റൈലിലാണ് ചെയ്തത്, ബ്ലാക്ക് കളറിൽ പച്ച മസാല ഇട്ടിട്ട്. ആൻഡ് ഇത് ഞങ്ങളുടെ വീട്ടിൽ യൂഷ്വൽ ഉണ്ടാക്കുന്ന മോര് കറി, കൊണ്ടാട്ടം മുളക്, ആൻഡ് ഇത് പപ്പടം, സോറി. പിന്നെ ഒരു സാധനമുണ്ട്, ചെമ്മീൻ ചമ്മന്തി, നെല്ലിക്ക ഉപ്പിലിട്ടത് ചാലിച്ചത്. യെസ്, ഇനി സെറ്റ് ചെയ്യാനുണ്ട്. മുട്ട വറുത്തതും കൂടി വേണം. ആൻഡ് പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലൈറ്റ് ലഞ്ച്. ആൻഡ് ചോറ് ചിലപ്പോൾ പൊതിച്ചോറിൽ മട്ട റൈസ് ആയിരിക്കും നല്ലത്. ഞങ്ങളിവിടെ സുലേഖയാണ് യൂസ് ചെയ്യുന്നത്. മുട്ട വറുത്തത്. ഞാൻ ആദ്യം ജിജോട് പൊതിച്ചോറ് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഈ പൊതിച്ചോറിലുള്ള ചോറ് നന്നായിട്ട് വെന്തിരിക്കണമെന്ന് നല്ലത്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന അധികം വേവാത്ത ചോറാണ്, വിട്ട് നിൽക്കുന്ന ചോറാണ്. ഇവിടെ ജിജോന് എല്ലാവർക്കും ചോറ് നന്നായിട്ട് വേവണം. ദെൻ നമ്മുടെ ചിക്കൻ റോസ്റ്റ് എല്ലാം കുറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ. ചെമ്മീൻ പച്ച മസാലയിലിട്ടത് മാറ്റി വെക്കട്ടെ കുറച്ച്. ആൻഡ് പച്ചക്കറി എല്ലാം കുറച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ പച്ചക്കറികൾ കഴിക്കാനും ആർക്കും അത്ര വലിയ പാട് തോന്നില്ല. ഇത് ആ പച്ചക്കായ അരിശ്ശേരി, കൂർക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ഇവിടെ വീട്ടിൽ. ആൻഡ് ബീൻസും ഈ ഊട്ടി ബീൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതുപോലെ വെക്കണത്, പച്ച കളറിൽ വെക്കണത്. ചെമ്മീൻ ചമ്മന്തി, നമ്മുടെ നെല്ലിക്ക ചാലിച്ചത്. ഇതൊക്കെ ചോറിൻ്റെ ഇതുപോലെ പൊതിച്ചോറിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴേ ജിജു ഇങ്ങനെ ഇത്രയും പച്ചക്കറി കൂട്ടി കഴിക്കുകയുള്ളൂ. ഇങ്ങനെ സെറ്റ് ചെയ്യാം. മടിയുള്ള ദിവസം ഇങ്ങനെ ചെയ്താൽ മതി, ഡിഫറെൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മതി. യെസ്, ഒരാളുടെ പൊതിച്ചോറ് കഴിഞ്ഞു. ഇനി കൊണ്ടാട്ട മുളക്, പിന്നെ 2 സാധനം കൂടി ഉണ്ടല്ലോ. ഇനി സാലഡും പപ്പടവും ഒക്കെ, അത് നമുക്ക് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അത് അപ്പം കൊടുക്കാം. പൊതിച്ചോറ് കെട്ടാനായിട്ട് ഞാൻ അങ്ങനെ എക്സ്പേർട്ടല്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ വീഡിയോസ് തുടങ്ങിയപ്പോൾ വന്ന ഐഡിയാസ്. ആൻഡ് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ കഴിക്കുക എന്നുള്ളത്. അത്രയും മതി. ഒരാളുടെ കഴിഞ്ഞു. ചൂട് വേണം മെയിനായിട്ട് കേട്ടോ ചോറിന്. നെക്സ്റ്റ് ടിഫിൻ ബോക്സിൽ ഇത് എൻ്റെ ആട്ടാ, കുറച്ച് വലുതായി പോയി. ബട്ട് എനിക്കിങ്ങനെ കൂടി കുഴഞ്ഞിരുന്ന അത്രയും കഴിക്കാൻ ഇഷ്ടമല്ല, അത് കാരണം വലിയ പാത്രം എടുത്തത്. ചോറ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ദൈവമേ, ഒരു ഭംഗിയിലല്ലോ കുറച്ചിട്ടിട്ട്. യെസ്, ചെമ്മീൻ, നമ്മുടെ പച്ചക്കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീൻസ്, കൂർക്ക ആൻഡ് സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് പരുവത്തിലാണെങ്കിലും സാലഡ് എനിക്കിഷ്ടമാണ്. ഇതിപ്പോൾ വെറുതെ വിനാഗിരിയും പച്ചമുളകൊക്കെ ഇട്ട സാലഡ്. ആൻഡ് നെല്ലിക്ക ചാലിച്ചത് എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ചെമ്മീൻ ചമ്മന്തി. ചിക്കൻ ഞാനൊരു ചെറിയ പീസ് വെക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ചെമ്മീൻ ഉള്ളപ്പോൾ എനിക്ക് ചെമ്മീൻ മതി ആക്ച്വലി, പക്ഷേ ഈ ചെറിയ പീസ് വെക്കുന്നുണ്ട്. മുട്ട വറുത്ത് പൊതിച്ചോറിൽ മസ്റ്റാണ്. ആൻഡ് ഇനി എന്താ ഇത്രയുള്ള കറികൾ നമുക്ക്? കൊണ്ടാട്ട മുളക്, പപ്പടം, എനഫ് കഴിഞ്ഞു. ഇനി മോര് വേറെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നുള്ളൂ. യെസ്, എൻ്റെ കഴിഞ്ഞു. ഒരു ഭംഗിക്കുറവ് തോന്നണ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. എൻ്റെ ടിഫിൻ ബോക്സിൽ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചട്ടിയിൽ, ഇത് കൂടുതലും ഞാൻ വീഡിയോസിലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ വീട്ടിലങ്ങനെ ചെയ്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. കുറച്ചധികം ചെറിയ ചട്ടി മേടിക്കായിരുന്നു കേട്ടോ. ഇത്തിരി ചോറ് തീർന്നു. യെസ്, ഇത് ചിക്കൻ. ഇത് നിങ്ങൾ നേരത്തെ കണ്ട എല്ലാ ഡിഷസും കൂടെ ഞാൻ മോരും കൂടി ഒഴിക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. മഞ്ഞമോര് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വെക്കണേ. ഇതിലേതാണ് ജോജി കഴിക്കാൻ പോണേന്ന് വലിയ പിടുത്തല്ല. ജോജിക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോവുക. വേറൊരു വാഴയിൽ ചെമ്മീൻ മാത്രമായിട്ട്. ആൾ പച്ചക്കറി കഴിക്കില്ല, അത് കാരണം അങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്യാൻ നിർത്തും. മന്ന എല്ലാം കഴിക്കും, അതുകൊണ്ട് അത് വലിയ ടെൻഷനില്ല. ആൾഷാട്ടിക്ക് ഡിഫറെൻറ്റ് രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്താൽ ആൾ പച്ചക്കറിയും കഴിക്കും, എല്ലാ സാധനവും കഴിക്കും. സോ മന്നനെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടില്ല. യെസ്, ചമ്മന്തി മസ്റ്റാണ് കേട്ടോ. ബിക്കോസ് ചോറ് ചട്ടി ഇങ്ങനെ ഈ അമങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് ചമ്മന്തി വേണം ആക്ച്വലി. മതി, കൊള്ളാം, കാണാമെന്നല്ല. ഞാൻ എൻ്റെ ആദ്യം കഴിക്കട്ടെ ഏട്ടാ. മന്ന ഇപ്പം കഴിക്കണ്ട, അമ്മ കഴിക്കുമോ? മന്നയ്ക്ക് ഏതാ ഇഷ്ടം? പൊതിച്ചോറോ ചട്ടിച്ചോറ്? എല്ലാ കറികളും ഇട്ടിട്ടുണ്ട്, എക്സെപ്റ്റ് ആ മഞ്ഞച്ചാറ് അമ്മ ഇട്ടിട്ടില്ല. രണ്ടും ഇത്തിരി ഇട്ടിട്ടുണ്ട്. 2 സൈഡും കഴിക്കാം. ഇതിനകത്ത് ചോറ് കൂടുതലുണ്ട്. ഇത് ചേച്ചിമാർക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തേക്കണം. അന്നതേ പൊതിച്ചോറ് എടുക്ക്, നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി കഴിച്ചോ. കുളിച്ചിട്ട് വാ. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. അമ്മ നേരത്തെ കഴിക്കുക, പുറത്ത് പോകാനുണ്ട്. മന്ന 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കണേ. ആ പൊതിച്ചോറിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും ടേസ്റ്റ്. ചേച്ചി പറഞ്ഞു എനിക്ക് ആവി കയറ്റി തരാൻ ഇത്തിരി നേരം കഴിഞ്ഞ്. ശരിയാവും. ഓക്കെ, ഞാനത് കഴിക്കട്ടെ എന്തായാലും. എൻ്റെ അമ്മ നല്ല കേട്ടാ ചോറ് വെന്തിട്ട്. സാധാരണ എനിക്കിഷ്ടമല്ല, പക്ഷെ ഇന്ന് എന്തോ ഞാൻ ഇവിടുന്ന് സൗണ്ട് എഫക്റ്റ് ഇട്ടതാ. അമ്മ മോര് വേണോ? കുറേ മോര് ലാസ്റ്റ് മതി. എനിക്ക് ഈ ഡ്രൈ ആയിട്ടുള്ളത് കഴിക്കാനാണ് ഇഷ്ടം. നെല്ലിക്ക
ചളിച്ചത് സ്റ്റൂ ഗുഡ് ഇതിൻ്റെ കൂടെ. ചെമ്മീൻ ഇടയ്ക്ക് ഈ പച്ച മസാലയിൽ വെക്കണം നല്ല ടേസ്റ്റ് ആയിട്ട്. വെറുതെ ജിഞ്ചർ ഗാർലിക് അരച്ചതും പച്ചമുളകും ഉള്ളി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മസാലപ്പൊടി പെരിഞ്ചീരകം നല്ല ഡ്രൈ ആക്കണ വരെ ഇത് ചെയ്യും. ജോർജിക്ക് ഞാൻ ചിക്കൻ്റെ ആ റോസ്റ്റിൻ്റെ ഗ്രേവിയിൽ ഗ്രേവിയിട്ട് ചോറിട്ട് മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ ഈ പച്ചമസാലയുടെ സാധനം വെച്ച് പൊതിയാൻ നിർത്തിയിരിക്കാം. ആശാന മാത്രം അങ്ങനെ നമുക്ക് ചില്ലറ രീതിയിലൊന്നും പറ്റിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേണം. എന്നാൽ കുറച്ചേരം കഴിഞ്ഞാണ് കേട്ടോ പായസം ഉണ്ടാക്കണം. ഡെസേർട്ടായിട്ട് ചൗരി പായസം. ചൗരി വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് വേവിക്കുക. എന്നിട്ട് പാലും വെള്ളവും കൂടി തിളപ്പിച്ച് ഇതിൽ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് വീണ്ടും ബോയിൽ ചെയ്യിപ്പിച്ച ശേഷം ഈ വേവിച്ച ചൗരി ആഡ് ചെയ്യുക. ആൻഡ് ക്വാണ്ടിറ്റി വരുന്നത് ചൗരി ഒരുപാട് കൂടി പോയാൽ ഭയങ്കര തിക്കായി പോകും. ഈ പായസം ഇത്തിരി ലൈറ്റായിട്ടിരിക്കണം നല്ലത്. ഐ മീൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് പാല് തിളപ്പിക്കണം തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു 1/2 ലിറ്റർ മിൽക്കാണെങ്കിൽ ഒരു 150 ഗ്രാം ചൗരി വേണ്ട വരും. ആൻഡ് 1 tin മിൽക്ക് മെയ്ഡ്. ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിന് ഏലക്ക പൊടിച്ച് അത്രയേ ഉള്ളൂ. ഈ പായസം കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാനാട്ടോ നല്ലത്. പിള്ളേരെ പറ്റിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പായസമാണ്. എനിക്കിത് ഈ ഒരു തിക്നെസ് ഇഷ്ടം. ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. പക്ഷെ തണുപ്പായിട്ട് കഴിക്കണതാണ് ടേസ്റ്റ്. ഇനി ജോർജിയുടെ പൊതിച്ചോറിന് ഈ ചെമ്മീൻ മിക്സ് ചെയ്തിട്ടാണ്. ചെമ്മീൻ ചിക്കൻ അല്ല കേട്ടോ, ഞാൻ നേരത്തെ ചിക്കൻ പറഞ്ഞത്. ആൾക്ക് ചിലപ്പോൾ ചെമ്മീൻ തന്നെ ആയിരിക്കും ഇഷ്ടം. ചിക്കൻ സൈഡിൽ വെക്കണുള്ളൂ. അതിന് വെജിറ്റബിൾസ് ഒന്നുമില്ല, അത്രയും മതി. ചെമ്മീൻ ഇതിൽ കരിക്ക് ഇട്ടിട്ടുണ്ട്, അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളി നേരത്തെ ഞാൻ റെസിപ്പി പറഞ്ഞാന്നറിയില്ല. പുളിയും മറ്റേ കുടംപുളിയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ പുളിയും ഉണ്ട്, കുറച്ചും കൂടി വേണം. ഇനി നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവരുത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി ചിക്കൻ റോസ്റ്റ് സൈഡിൽ വെക്കും. ഇത് കൊള്ളാം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാലോന്ന് ആലോചിക്കണേ. വേണ്ട, ചിലപ്പോൾ നല്ല വഴിയുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ. പുതിയട്ടെ. യെസ്, ചൂട് വേണം ആക്ച്വലി. അത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യം വീട്ടിൽ ഒരു സർപ്രൈസ് പോലെ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡിഷസ് വെക്കുക. എന്നിട്ട് ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അത് ഹിറ്റായിരിക്കും, ഡൗട്ടില്ല. ചിക്കൻ റോസ്റ്റ് മിക്കവാറും ഈ ചിക്കൻ റോസ്റ്റ് കാണുമ്പോൾ ആൾ മറ്റേ ഇതില്ലേ നമ്മുടെ പൊറോട്ട ചിലപ്പോൾ ചിന്തിക്കും. ബട്ട് ചോറ് കഴിപ്പിക്കണമെങ്കിൽ ഇതേ രക്ഷയുള്ള ആളെ. അപ്പോൾ ഇത് കൊള്ളാട്ടാ. പച്ചക്കറി ഇടാണ്ട് മുട്ടയും കൂടി വെച്ചേക്കട്ടെ. പെർഫെക്റ്റ്. നെക്സ്റ്റ് ഈവനിങ്ങിൽ കോഫിന്ന് എനിക്ക് രക്ഷപ്പെട്ടെങ്കിൽ ജ്യൂസിനെ വഴിയുള്ളൂ. ജ്യൂസ് അപ്പോൾ ഇന്നിപ്പോൾ ഷമാം ജ്യൂസ് അടിക്കാൻ നോക്കൂ. ഷേക്കല്ല, വെറുതെ ജ്യൂസ്. അപ്പോൾ എപ്പോഴും ഫ്രോസൺ ഫ്രൂട്ട്സ് കൊണ്ട് ചെയ്താൽ, ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ട് ചെയ്താൽ ജ്യൂസിന് ഭയങ്കര റിഫ്രഷിംഗ് ആണ് ജ്യൂസ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് പകുതി കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യും, പകുതി ജ്യൂസ് ആക്കും. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് സീവ് ചെയ്തെടുക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഷമാമിൻ്റെ ഈ ചെറിയ സീഡ്സ് ഉണ്ട് നടുക്ക് കണ്ട, അത് റിമൂവ് ചെയ്യണം. മൊത്തത്തിൽ നമ്മളിങ്ങനെ കളയരുത്, ആ സീഡ്സ് മാത്രം എടുത്ത് കളയാം. ബട്ട് ഈ പൾപ്പ് നല്ല ടേസ്റ്റാണ് ജ്യൂസിൻ്റെ മേലിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടാൽ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ആദ്യം. പക്ഷേ ചെറിയ സീഡ്സ് മാറ്റണം ഷേക്ക് ആക്കണേക്കാളും മുമ്പ്. ജ്യൂസ് ആക്കണേക്കാളും മുമ്പ്. അപ്പോൾ അതാദ്യം ചെയ്യട്ടെ. ഇത് കണ്ട ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. കുരു മാറ്റാൻ മറക്കരുത്, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി സ്കിൻ മാറ്റി ഇതിൻ്റെ സ്കിൻ ചെത്തിയിട്ട് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യാം. ഈ ഷമാമിൽ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. വിറ്റമിൻ സി ഉണ്ട്, സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും സ്കിൻ. അതുപോലെ തന്നെ ഫൈബർ ഉണ്ട്. അത് കാരണം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നല്ല, ബട്ട് ഞാൻ ഈ ഫ്രൂട്ട് എന്തോ കാരണം കൊണ്ട് എപ്പോഴും മറന്നു പോകും. എനിക്കിത് ഹണി ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, വെറുതെ കഴിക്കാൻ പറ്റില്ല. ബട്ട് ഇത് ശരിക്കും നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആവും. ഫ്രീസ് ചെയ്തിട്ട്
ഈ ഫ്രീസ് ചെയ്യുന്ന പരിപാടി, ജ്യൂസൊക്കെ ഫ്രീസ് ചെയ്യുന്ന പരിപാടി ഞാൻ ദീപയുടെ വീഡിയോയിൽ പിനക്കൊളാടെ ചെയ്തില്ല, അതിൽ പൈനാപ്പിൾ ഫ്രീസ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ഷേക്ക് ആക്കിയത്. അപ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം തോന്നിയത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഫ്രീസ് ചെയ്തിട്ട് ചെയ്യാൻ ഓർത്തു. ബാക്കിയുള്ള നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള ഇതിലും ഈ കുരു മാറ്റിയിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട്. അടുത്ത വീക്കിലോട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ, ലൈം ആൻഡ് ജിഞ്ചർ കോൺസെൻട്രേറ്റ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ 2 വീക്സ് കൂടുമ്പോൾ ഉണ്ടാക്കി വെക്കും. ആൻഡ് ഞാൻ ഫുൾ റെസിപ്പി ആയിട്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം. ലൈം ആൻഡ് ജിഞ്ചർ കോൺസെൻട്രേറ്റും പിന്നെ ആ ബാക്കിയുള്ള ലൈം യൂസ് ചെയ്ത ലൈം കൊണ്ടുള്ള പിക്കിളുമായിട്ട്, അതാണ് വീഡിയോ. താഴെ ലിങ്ക് കൊടുക്കാം. ഇതിവിടെ ജോർജിക്കൊക്കെ എല്ലാത്തിൻ്റെ കൂടെയും ജ്യൂസ് വേണം. അപ്പം അത് കാരണം ഇത് ജിഞ്ചറിൻ്റെ സെഡിമെൻറ്റാണ്, സൂക്ഷിച്ച് വേണം നമ്മൾ ലൈമിലോട്ട് ഒഴിക്കാനായിട്ട്. ആ സെഡിമെൻ്റ് ഒരിക്കലും നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് വീഴാൻ പാടില്ല. and അതുപോലെ തന്നെ ലൈമിൻ്റെ സീഡ്സും വീഴാൻ പാടില്ല, അതും മരിച്ചു വയ്ക്കണം. ഇത് നേരത്തെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിക്കും. ആൻഡ് അത് ശരിക്കും നല്ല എക്സ്പെൻസീവ് ആണ്. പുറത്തുനിന്ന് നമ്മൾ ഈ കോൺസെൻട്രേറ്റ് മേടിക്കുമ്പോൾ ഇടയ്ക്കൊന്നും കുഴപ്പമില്ല, ബട്ട് ഇവർക്ക് ഇത് ഡെയിലി വേണം. അപ്പം ഞാൻ ഉണ്ടാക്കി വെക്കും. ഇനി ഇത് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് റെഫ്രിജറേറ്റ് ചെയ്യാം. റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കേടാവും കേട്ടോ. ജിഞ്ചറും കൂടി ഒഴിക്കണ കാരണമാണ് ഈ ഒരു കളർ വരുന്നത്. ജിഞ്ചർ പക്ഷേ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിക്കണ്ട, ഞാൻ പോട്ടെ, കുറച്ച് ശ്രദ്ധിച്ച് ഒഴിക്കണം. ഇനി വഴക്കുമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഡിന്നറിന്. അപ്പം ഇത് ആദ്യത്തെ കുറച്ച് ലീവ്സ് അല്ല, പുറമേത്തെ തൊണ്ട് മാറ്റിക്കളയാം. എന്നിട്ട് അകത്തെ ഈ പൂ എടുത്ത് മഞ്ഞപ്പൊടി ഉപ്പ് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ കയ്പ്പ് വരും. ആദ്യത്തേത് മാറ്റിയിട്ട് ഉള്ളിലത്തെ ഈ പൂ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ പൊളിക്കുക. സോറി, കയ്യിൽ എണ്ണ തേച്ചില്ലെങ്കിൽ കൈൻ്റെ പണി തീർന്നു കിട്ടും. കൈ കറുത്ത കളറാവും. അതെ, ഇതിങ്ങനെ പൊളിച്ച് ഈ ഇത്രയും ചെറിയൊരു ഭാഗം നമ്മൾ മറ്റേ അകത്തത്തെ ആ ചെറിയ ഇത് മാത്രമേ കട്ട്ലറ്റിന് എടുക്കുള്ളൂ. ഇങ്ങനെ വൈറ്റ് പാർട്ട് മാത്രം. ഇതാണെങ്കിലും നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഉപ്പും മഞ്ഞളും കൂടി ആയിട്ടുള്ള വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കളർ മാറും. എന്നിട്ട് വേണം അരിയാനായിട്ട്. ഇതാണ് ഇങ്ങനെ. ഇനി ചെറുതായിട്ട് അരിയാം. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും പണി ചെയ്ത് അപ്പം തന്നെ കൈ കഴുകിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൈ പോലെ പോകും. എൻ്റെ കൈ ഇത്രയെങ്കിലും സൂക്ഷിക്കണ കാരണം അത്രയും കുഴപ്പമില്ല. ബട്ട് കൈ വൃത്തികേടായിട്ടിരുന്ന കംപ്ലീറ്റ് ഡിപ്രസ്സായി പോകും ഞാൻ. അപ്പം മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, വെള്ളം, തൈര് ഇത്രയും മിക്സ് ചെയ്തിട്ട് കൈ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴുകുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ബോഡി സ്ക്രബ് ഉണ്ട്, ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ സാൻഡൽവുഡ് ആൻഡ് ടേമറിക്, അങ്ങനെ ഒരു സാധനം മേടിച്ച് വെച്ചാലും മതി. ആ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെന്ന് വെച്ചാൽ കറുത്ത നമ്മുടെ എണ്ണ തേച്ചാലും ആ ഒരു കറുത്ത പാട് പോവില്ല. ഈ ഷമാം ജ്യൂസ് അടിക്കാനായിട്ട് ഫ്രീസ് ചെയ്ത് ഫ്രഷ് ഷമാം. പിന്നെ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ആഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ പകുതി മാറ്റി വെച്ച ഷമാം ജ്യൂസ്, വെറുതെ വെള്ളം കുറച്ചിട്ടിട്ട് അടിച്ച ജ്യൂസ്, അതും തണുപ്പിച്ചു കൂട്ടാം. രണ്ടും സെയിം തണുപ്പായിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. ഈ ഷമാം ഞാൻ അങ്ങനെ സീവ് ചെയ്യാറില്ല, അരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുരു മാറ്റിയത് കാരണം അരിക്കേണ്ട ആവശ്യമില്ല. വേണ്ടവർക്ക് അരിക്കാം, ഇവരെ മഞ്ഞക്കൊക്കെ അരിക്കുന്നതാണ് ഇഷ്ടം. ബട്ട് ഞാൻ അങ്ങനെ അരിക്കാറില്ല. ഇതല്ല, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കും, അപ്പൊ ഭയങ്കര ഫില്ലിംഗ് ആണ് എന്തായാലും. എന്ന് പറയുന്നില്ല, ഒരു രക്ഷയില്ല. അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഗാർണിഷ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല ആ പൾപ്പ് മുകളിലിടാം. പുതിനയില, ഇതിൽ ചിലപ്പോൾ പുതിനയില മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്താൽ ചിലപ്പോൾ നല്ലതാവാൻ ചാൻസ് ഉണ്ട്. കുറേ ഐസും മിൻറ്റ് ലീവ്സും ഈ ജ്യൂസും കൂടി ലെയർ ചെയ്ത് ആഡ് ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് അങ്ങനെ ഒരു ഫീല്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഷമാമിൻ്റെ പൾപ്പ് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ, കാണാൻ നല്ല ഭംഗിയാട്ടാ. ഇനി മുകളിൽ ഇവിടെ സൈഡിലൊരു പുതിനയിലയും കൂടി വെച്ചാൽ പെർഫെക്റ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 4 മണിക്ക് ഇങ്ങനെ ഒരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് കുടിച്ചാൽ ഡിന്നറിന് കുറയ്ക്കാൻ പറ്റും.
ഡിന്നർ ഞാൻ നേരത്തെ കാണിച്ച മറ്റേ വാഴപ്പൂ കൊണ്ടുള്ള കട്ട്ലറ്റില്ലേ, അതിനി ഫ്രൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. സാലഡ്, അതാണ് ഡിന്നർ. ഇത് അരിച്ചു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരു ഫില്ല് ചെയ്യണ ഒരു സംഭവം പോവും, അതൊന്നും അരിക്കണ്ട. അപ്പം ഞാൻ വാഴക്കൂമ്പ് ഞാൻ ഇതുപോലെ കട്ട്ലറ്റ് ആക്കി വെജിറ്റേറിയൻസിന് പറ്റിയ ഓപ്ഷനാണ്. ശരിക്കും മീറ്റ് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ വാഴക്കൂമ്പിൻ്റെ കട്ട്ലറ്റിന്. നമ്മൾ മീറ്റ് മസാലയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, മല്ലിയിൽ പൊട്ടിയിട്ടു, ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്ക് പീസ് ഇല്ലേ, അതും കൂടി കുക്ക് ചെയ്ത് മാഷ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഈ പ്രാവശ്യം പക്ഷെ ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. ഇതിവിടെ നോയമ്പിൻ്റെ സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ കട്ട്ലറ്റ് ഇതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്യാതെ ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്താലും മതി കേട്ടോ, അധികം ഓയിൽ ഒഴിക്കാണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യണ പോലെ, എന്നാലും വലിയ കുഴപ്പമില്ല. അതിപ്പോൾ ഹെൽത്തി വേർഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഈ പച്ചക്കും കഴിച്ചു, ഇങ്ങനെ വെറുതെ കോട്ട് ചെയ്ത് നമ്മുടെ റസ്കും മുട്ടയും മുക്കിയ ഇതും മതി. സെറ്റ്, ഡിന്നർ സെറ്റ്. സാലഡിൻ്റെ കൂടെ കഴിക്കാം. ഫ്രൈ ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എപ്പോഴും രാത്രി ഗ്രീൻസ് ഇൻക്ലൂഡ് ചെയ്യണം ഡയറ്റിൽ കേട്ടോ. ഇത് ഫൈബറൊക്കെയാണ്, ബട്ട് എന്നാലും ഫ്രഷ് ഗ്രീൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ശരിക്കും മീറ്റ് കഴിക്കണ പോലെ തന്നെ പിള്ളേരെയും കഴിപ്പിക്കാം. കംപ്ലീറ്റ് ഹെൽത്തി ഫുഡ് വിത്തൗട്ട് റിഗ്രറ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഈ വാഴക്കൂമ്പ് കട്ട്ലറ്റ്. ഇത് നേരത്തെ ഞാനിങ്ങനെ വെറുതെ ആ റസ്ക് പൊടിയും മുട്ടയും മുക്കി വെച്ചില്ലേ, അങ്ങനെ കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. ഫ്രൈ ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ നിർബന്ധമില്ല. ഡിന്നറിന് ചിലപ്പോൾ ഞാൻ അങ്ങനെയായിരിക്കും കഴിക്കുക, ഫ്രൈ ചെയ്യാതെ. അപ്പോൾ ബൈ.